അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ സിനിയും സിദ്ധാരയും ഗാഥയും കൂടെ സിദ്ധാരയോട് പോയി കൃഷ്ണയെ വിളിക്കാൻ പറയുന്നു. അപ്പൊ ഗാഥ പറയുന്നുണ്ട്, ഇപ്പൊ നവീൻ ഉറങ്ങിക്കാണും, അമ്മ പോയി വിളിക്കേ, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാകും, ഇപ്പൊ തന്നെ പോണെന്ന് പറഞ്ഞ് ഗാഥ ബഹളം വെക്കാം. അപ്പൊ സിദ്ധാരയ്ക്കാണെങ്കിൽ ആകെ ഒരു മടി പോയി വിളിക്കാനൊക്കെ. അപ്പം സിനിക്കും വല്ലാത്തൊരു ഇതാവുന്നു, മേഡം എന്തായാലും കൃഷ്ണ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഗാഥ സമ്മതിക്കത്തില്ല. ഗാഥ പറയും, മമ്മി പോ മമ്മിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉന്തി തള്ളി വിടുകയാണ്. അങ്ങനെ സിതാര നവീന്റെയും കൃഷ്ണയുടെയും റൂമിന്റെ ഫ്രണ്ടിലെത്തുമ്പോൾ കൃഷ്ണയ്ക്ക് സിതാരയ്ക്ക് മുട്ടാനൊക്കെ ഒരു മടി. അങ്ങനെ സിതാര പതുക്കെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേനും നമ്മുടെ കൃഷ്ണയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുന്ന നവീനെയാണ് കാണുന്നത്. ഈ കാഴ്ച കണ്ട് സിതാര ആകെ ഇങ്ങനെ ഞെട്ടിത്തെരിക്കുകയാണ്. നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ചാരി ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ സിതാര എന്നിട്ട് ഡോറ് പതുക്കെ തുറന്ന്, അതൊന്നും കൃഷ്ണ അറിയുന്ന പോലുമില്ല, പതുക്കെ തുറന്ന് അകത്തേക്ക് ചെല്ലും. അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ കൃഷ്ണയെ തൊടാൻ തന്നെ സിതാരയ്ക്ക് ഒരു ഭയം പോലെ ആവുന്നു. അങ്ങനെ ഒന്ന് ആദ്യം മടിക്കും, രണ്ടാമത് കൃഷ്ണയെ പതുക്കെ ഇങ്ങനെ തൊടും. പെട്ടെന്ന് കൃഷ്ണ സിതാര ഇങ്ങനെ ആംഗ്യം കാണിക്കും, പതുക്കെ പതുക്കെ മതി എന്ന് പറയും. അങ്ങനെ നവീനെ പതുക്കെ തലയെടുത്ത് മാറ്റി നേരെ കിടത്തിയിട്ട് കൃഷ്ണ കൃഷ്ണനെ വിളിക്കുക. അങ്ങനെ കൃഷ്ണയും കൊണ്ട് നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഗാഥ പറയും, സിനി ചേച്ചി ഒരു കത്തി എടുത്ത് വെക്കണം. അപ്പൊ സിനി ചോദിക്കുന്നുണ്ട്, എന്തിനാണ്? അത് ആപ്പിൾ മുറിക്കാനോ? ഇപ്പൊ ആപ്പിൾ മുറിക്കാനോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇവരങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് കൃഷ്ണ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പൊ കൃഷ്ണ അവിടെ ചെല്ലുമ്പോഴത്തേന് ഈ ഗാഥ കൃഷ്ണയെ കണ്ടതും ഗാഥയ്ക്ക് ആകെ ഭയങ്കര വെപ്രാളായി. ഗാഥ ഉടനെ ചെന്നിട്ട് പറയും, എടീ താലി ഇങ്ങോട്ട് ഊരടി എന്ന് പറയേ. അപ്പൊ കൃഷ്ണ പെട്ടെന്ന് അതിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ പൊത്തിപ്പിടിക്കുക. അപ്പൊ പറയും, നീ അത് ഊരി തന്നില്ലെങ്കിൽ ഞാനത് കഴുത്തിന് കുത്തിപ്പിടിച്ച് എടുക്കൂടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കുക. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആവും. ഈ സമയത്ത് കൃഷ്ണ പറയും, മേഡം ഒന്ന് പറ മേഡം. അപ്പൊ സിതാര പറയുന്നുണ്ട്, മോളെ നീ ഒന്ന് വിട്, അവൾ എങ്ങനെയാലും ഇവിടുന്ന് പോട്ടെ എന്ന് പറയുന്നില്ല, അവള് പൊക്കോട്ടെ, പക്ഷെ എനിക്ക് ആ താലി വേണം. അത് നവീൻ അവളുടെ കഴുത്തിൽ കെട്ടേണ്ട താലിയല്ല, എന്റെ കഴുത്തിൽ കെട്ടേണ്ട താലി, അതുകൊണ്ട് ആ താലിമാല എനിക്ക് വേണമെന്ന് പറയാം. അപ്പൊ കൃഷ്ണ സമ്മതിക്കത്തില്ല. അപ്പൊ ഈ ഒച്ച കേട്ടോണ്ട് പെട്ടെന്ന് നവീൻ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ നവീനെ കണ്ടോണ്ട് പെട്ടെന്ന് സിനി പറയും, കാതാ മേഡം നവീൻ വരുന്നു പറയും. പെട്ടെന്ന് കൃഷ്ണ ഇങ്ങനെ മറിഞ്ഞ് അടുക്കളയിൽ ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് നവീൻ അങ്ങോട്ടേക്ക് വരും. നവീൻ വന്നിട്ടേക്ക്, ഇതെന്താ ഇവിടെ ഒച്ചപ്പാടെന്ന് ചോദിക്കുക. അല്ല മോൾ എണീറ്റ് വന്നതാ, നേരം വെളുത്തെന്നും പറഞ്ഞ്. ഞാൻ നേരം വെളുത്തില്ല എന്ന് പറയായിരുന്നു, അങ്ങനെ കുശലങ്ങൾ പറയായിരുന്നു പറയും. ഓ അമ്മയും മോളുടെ ഒരു കാര്യം. അങ്ങനെ നവീൻ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നോക്കി കൃഷ്ണയുടെ തൊട്ടടുത്തേക്ക് ചെല്ലുവേ. അപ്പൊ പെട്ടെന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയില്ല. അപ്പൊ പെട്ടെന്ന് ഗാഥ നവീൻ എന്ന് വിളിക്കാം. നവീൻ പോയി കിടന്നോ, ഞാൻ വന്നോളാന്ന് പറയേ. അപ്പൊ നവീൻ പറയാ, അതെ നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട്, അമ്മയും മകളും കൂടി ഇനി കിന്നരം പറഞ്ഞിരിക്കേണ്ട, പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് കിടന്നുറങ്ങിക്കോണെന്ന് പറയുകയാണ്. അപ്പൊ ഗാഥ പറയും ശരി എന്ന് പറയും. അങ്ങനെ നവീൻ അങ്ങനെ അകത്തേക്ക് പോവുകയെ. ഈ സമയത്ത് കൃഷ്ണയാണെങ്കിൽ വീണ്ടും ഗാഥ പ്രശ്നമാക്കാൻ തുടങ്ങി. അപ്പൊ സിദ്ധാര പറയാം, അവള് പോട്ടെ. അങ്ങനെ കൃഷ്ണയെ ഒരു കറിവേപ്പില പോലെ തള്ളി ഇറക്കി വിടുകയാണ്. അപ്പൊ ആ വെളുപ്പാങ്കാലാണ്. അങ്ങനെ കൃഷ്ണ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ ഗാഥ റെഡി ആവുകയാണ്, നല്ല അടിപൊളിയായിട്ട് റെഡി ആവുന്നു. അപ്പൊ സിദ്ധാര വന്നിട്ട് പറയുന്നു, മോളെ ഇത് ഇനി നിനക്കൊരു അവസരം കിട്ടത്തില്ല, ഇതിപ്പോ നിനക്ക് കളരിക്കിൽ ചെന്ന് കയറാൻ പറ്റിയ അവസരമാണ്, ഈ അവസരത്തെ നീ ഇല്ലാതാക്കല്ലേ, ഇനിയൊരു പ്രശ്നം വന്നാൽ മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അതുമല്ല, അപ്പൊ സിനി പറയും, മേഡം പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിക്കുക. അവർക്ക് വേണ്ടത് കൃഷ്ണയാണ്, കൃഷ്ണയല്ല കൃഷ്ണയുടെ സ്വഭാവം, അതുപോലെ തന്നെ ആയിരിക്കണം മേഡം പെരുമാറേണ്ടതെന്നൊക്കെ പറയുന്നു. അപ്പൊ സിതാര പറയും, നിനക്ക് പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിക്കുക. അപ്പൊ പറയും, അപ്പൊ ഗാഥ പറയും, ഇനി ഞാൻ ഒരു പ്രശ്നം ആക്കത്തില്ല അമ്മ, മമ്മി ഞാൻ എല്ലാം അതിന്റെ ഇതോടെ നിന്നോളാം, ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, മമ്മി നല്ല രീതിയിൽ തന്നെ ജോലിക്ക് പൊക്കോ, മമ്മി ഇടയ്ക്ക് എന്നെ വിളിച്ച് സുഖമാണോ സന്തോഷമാണോ എന്ന് അന്വേഷിച്ചാൽ മാത്രം മതി, മമ്മിക്ക് ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറയും. അപ്പൊ സിതാര പറയും, അത് മതി മോളെ, പക്ഷെ ഞാൻ എത്രയോ നാളുകളായി ഓഫീസിൽ പോയിട്ട്, നിന്റെ പ്രശ്നം തീർത്തിട്ട് വേണം എനിക്കൊന്ന് ഓഫീസിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാന്ന് പറയാം. അപ്പൊ ഗാഥ വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അപ്പത്തേനും നവീനും വരും. അപ്പൊ ചോദിക്കുക, അമ്മയും മോളുടെയും സംസാരം ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അതെങ്ങനെയാ നവീൻ കഴിയുന്നത്, എത്ര വർഷം ആയാലും ഞങ്ങള് അമ്മയും മകളും തന്നെയല്ലേ എന്ന് പറയും. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഗാഥയെ നവീന്റെ കൂടെ പറഞ്ഞ് കളരിക്കിലേക്ക് വിടുകയാണ്. അവരിറങ്ങുമ്പോഴത്തേനും സിനിയോട് സിതാര പറയും, സിനി ഇത് അവളുടെ അവസാനത്തെ ചാൻസ് ആണ്, ഇനിയെങ്കിലും അവള് നന്നായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയും. ഓരോ പ്രാവശ്യവും ഇങ്ങനെ വിടുമ്പോഴും നെഞ്ചിൽ തീയാണ്, ഇനി അവിടെ ചെന്ന് എന്താ പ്രശ്നം ഉണ്ടാവുക എന്ന്. അപ്പൊ സിനി പറയും, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ മേഡം, നമ്മൾ നോക്കി നിന്നല്ലേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ കളരിക്കിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കളരിക്കിൽ ചെന്ന് കയറുമ്പോഴത്തേനും ഗാഥ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും സുമിത്ര പെട്ടെന്ന് വരും. അപ്പൊ സുമിത്ര ഗാഥയെ നോക്കിയിട്ട്, ഇതെന്താ ഒരു മാറ്റം, ഇന്നലെ അവിടെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് മോളുടെ മുഖത്ത് നല്ലൊരു പ്രസാദം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത് കാണാനില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അപ്പൊ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മയെന്നും പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ സുമിത്ര ചോദിക്കും, നന്ദേട്ടെ ഈ ഗാഥയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ നന്ദനൊന്നും മിണ്ടത്തില്ല. അപ്പൊ പറയും, ഇന്നലെ നമ്മൾ കണ്ട ഗാഥ തന്നെയാണോ ഇന്നെന്ന് ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് നവീനും പറയും, അത് എനിക്കും ചോദിക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഗാഥ
ഗാഥയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയും. അപ്പൊ ഗാഥ പറയാം അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ചെറിയ കാര്യമല്ല, അതിനൊക്കെ ഞാൻ എന്തിനാ പ്രശ്നമാക്കുന്നതെന്നുള്ള രീതിയിൽ പറയേ. അപ്പൊ പെട്ടെന്ന് നവീൻ പറയാം ആളാകെ മാറിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ഇനി എന്തും പറയാലോ എന്ന് പറയും. അപ്പൊ ഗാഥ പറയും ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും ഞാൻ ഒന്നും പറയത്തില്ല എന്ന് പറയും. അപ്പൊ അവരങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് നവീനും പോവും സുമിത്രയും പോവും. പെട്ടെന്ന് നന്ദന്റെ ഫ്രണ്ടിലേക്ക് ഗാഥ ചെന്ന് വിടും. അപ്പൊ പറയാം അമ്മയും മോളും വീണ്ടും എന്നെ പറ്റിക്കാൻ തുടങ്ങിയല്ലേന്ന് പറയും. തന്റെ അമ്മയെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഫോൺ വിളിക്കുമ്പത്തേന് ഗാഥ ഓടി രക്ഷപ്പെടുക. അങ്ങനെ ഫോൺ വിളിച്ച് സിതാരയോട് പറയും അമ്മയും മോളും കാണിച്ച ഇത് കൊള്ളാം, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ഇനിയും ഗാഥ ഇവിടെ ഒരു പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം വിളിച്ചു പറയും, പിന്നെ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ് താക്കീത് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണ നേരെ തങ്കത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ തങ്കം ആണെങ്കിൽ പിണങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ചെന്നിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് തങ്കം കേൾക്കത്തൊന്നുമില്ല. അപ്പൊ കൃഷ്ണ പറയും അമ്മ എന്നോട് പിണങ്ങിക്കോ, ഇപ്പൊ എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ, എന്റെ അച്ഛനും എന്റെ കൂടെ ഇല്ല, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, അപ്പൊ അമ്മ എന്നോട് പിണങ്ങിയിരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തങ്കത്തിന് ഒരു മനസ്സിലേക്ക് വരും, കെട്ടിപ്പിടിക്കും. അപ്പൊ തങ്കം പറയും മോളെ നിന്റെ ഭാവി നന്നായിരിക്കണം എന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ കഴുത്തിൽ താലി കെട്ടിയവന്റെ കൂടെ നീ സുഖമായി ജീവിക്കണം എന്നാണ് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചത്, അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ പറയും അമ്മ എന്റെ കൂടപ്പിറപ്പല്ലേ അവള് സുഖമായി ജീവിക്കട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അമ്മയെന്ന് പറയും. അമ്മയുടെ ധൈര്യമാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ പറയാം അങ്ങനെ തന്നെ ആകട്ടെ മോളെ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ കൃഷ്ണയും സുനന്ദയും കൂടെ ഇങ്ങനെ റോഡിൽ നടന്നുകൊണ്ട് പോകുമ്പോഴത്തേനാണ് ഫ്രണ്ടിൽ നമ്മുടെ പത്മാവതിയും മൂർത്തിയും കൂടെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം പത്മാവതി ചോദിക്കും നീ ഇതുവരെ പോയില്ലേടി എന്ന് ചോദിക്കും. നിന്നോട് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ടില്ലേടി, നിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ ഒടുങ്ങത്തുള്ളൂ എന്ന് പറയും. അപ്പൊ കൃഷ്ണ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുക. അപ്പൊ പറയും നീ നിന്റെ അച്ഛന്റെ മകള് തന്നെ എന്ന് പറയും. അപ്പൊ കൃഷ്ണ പറയും അതെ അനിയൻ കുഞ്ഞിന്റെ മകള് തന്നെയാണ് ഞാൻ, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ധൈര്യവും തന്റെ ഇടം ഉള്ളത്, എനിക്കിങ്ങനെ പിടിച്ചു നിന്നേ പറ്റുകയുള്ളെന്ന് പറയും. അപ്പം പറയും നീ കൂടുതൽ ഇത് ചെയ്യേണ്ട, നിന്റെ അവസാനം കണ്ടിട്ടേ ഞങ്ങൾ മടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് താക്കീത് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് കളരിക്കൽ വീണ്ടും ഗാഥ അവിടെ പ്രശ്നമാക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.